നമ്മൾ BPCG 172 യൂത്ത്, ജെൻഡർ ആൻഡ് ഐഡന്റിറ്റി എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം എന്താണ് യൂത്ത്, എന്താണ് ജെൻഡർ ഐഡന്റിറ്റി, എന്താണ് അവർ ഐഡന്റിറ്റി ക്രൈസിസ് എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ഇന്നത്തെ മുഖ്യമായ വിഷയം. അപ്പോൾ യൂത്ത് സംബന്ധിച്ച് ഏത് സമയത്ത് യൂത്ത് എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് ഒരു പല ചിന്താഗതി ഉള്ളതാണ്. എന്താണ് ഇമ്പോർട്ടൻറ്റ് ഈ യൂത്ത് എന്ന കാര്യത്തിൽ എന്താണ്, അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റി അല്ലെങ്കിൽ ജെൻഡർ എന്ന് പറയുന്നതിനകത്ത് സാധാരണ നമ്മൾ മെയിൽ ഫീമെയിൽ എന്തെങ്കിലും പെരുമാറ്റത്തിൽ അവർക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അവരുടെ ജീവിതചര്യയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടാകും. ഇവർ നേരിടുന്ന ഐഡന്റിറ്റി ക്രൈസിസ് എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ കാലത്ത് മുതൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസിനെ കുറിച്ച് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ആദ്യം ഓറൽ സ്റ്റേജ്, എനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലെറ്റൻസി പീരീഡ്, ജെനിറ്റൽ സ്റ്റേജ്. ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത് പ്യൂബർട്ടി സ്റ്റേജ് മുതൽ ഒരാളുടെ 19 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ 18 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളെയാണ് അവർ ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ കാലഘട്ടത്തിലെ കാര്യങ്ങൾ, ആ വളർച്ചയുടെ ഭാഗം എന്തൊക്കെയാണ്. അതിൽ എറിക് എറിക്സൺ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഓരോ സ്റ്റേജിനെ കുറിച്ചും പറഞ്ഞിട്ട് ഈ ജെൻഡർ സ്റ്റേജ് എന്താണ് ഈ ജെൻഡർ സ്റ്റേജ്, അദ്ദേഹം സ്റ്റേജ് 0 to 1 year, 1 to 2 years, 2 to 4 years, 4 to 6 years, 6 to 12 years, അങ്ങനെ കാലഘട്ടങ്ങൾ അദ്ദേഹം തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തും അഡോളസൻ സ്റ്റേജ് അല്ലെങ്കിൽ അഡൽട്ട് സ്റ്റേജ് അല്ലെങ്കിൽ യൂത്ത് സ്റ്റേജ് എന്നുള്ളതിനെ കുറിച്ച് നിർവചനം തരികയും എന്തൊക്കെയാണ് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് നാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഈ ജെൻഡർ എന്ന് പറയുന്നത്, അപ്പം ജെൻഡർ എന്ന് പറഞ്ഞാൽ ആദ്യം അവിടെ മാറി നിൽക്കേണ്ടത് നമുക്ക് യൂത്തിനെ കുറിച്ച് അറിയാം. യൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂത്ത് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എല്ലാ കാലഘട്ടത്തിലും യൂത്തിനെ കുറിച്ച് പഠിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യങ് ജനറേഷൻ യൂത്ത് എന്ന് പറയുന്നത് അവരാണ് നമ്മുടെ പല കാര്യങ്ങളും തീരുമാനിക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ യൂത്തിന് അവിഭാജ്യമായ ഒരു ഘടകമുണ്ട്, ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഉണ്ട്. അപ്പം പൊതുവെ ജനങ്ങളുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിന് 3 ലെവലിലാണ് തിരിച്ചിരിക്കുന്നത്. ഡെവലപ്മെൻറ്റ് സൈക്കോളജിയിൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജിനെ 3 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 0 to 21 years, ജനിച്ച മുതൽ 21 വയസ്സ് വരെ. 21 to 60 years, 21 വയസ്സ് കഴിഞ്ഞ് 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെ. ആൻഡ് 60+, 60-ന് മുകളിൽ. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എടുക്കുകയാണ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. ആദ്യത്തെ സ്റ്റേജുകൾ 0 to 21 years. അതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഫൻസി സ്റ്റേജ്, ഏർലി ചൈൽഡ്ഹുഡ്, ഏർലി അഡോളസൻസ്, അഡൽട്ട്, ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതായത് 0 to 2 years എന്ന് പറയുന്നത് ഇൻഫൻസി സ്റ്റേജ്, ഒരു കുട്ടിയുടെ വളർച്ചയുടെ ആദ്യ ഭാഗം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് 2 to 4 years, ഏർലി ചൈൽഡ്ഹുഡ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 to 6 years ചൈൽഡ്ഹുഡ്, 6 to 12 years ഏർലി അഡോളസൻസ്, ആൻഡ് 12 to 21 years. ഇത് അഡോളസൻസ് ഓർ അഡൽട്ട് സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജാണ്. ഏർലി അഡോളസൻസ് ഓർ അഡൽട്ട് സ്റ്റേജ് നമ്മൾ പറയുന്നു. അപ്പം എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉള്ളത്? അപ്പം ഏത് കാലഘട്ടങ്ങളിൽ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം ഈ യൂത്തിന് ഈ സമയത്താണ്, അത് അഡൽട്ട് ആകുന്ന അല്ലെങ്കിൽ യൂത്തിൻ്റെ സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ മാനസികമായ വികാസങ്ങൾ സംഭവിക്കുന്നത്, അവരുടെ വളർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം മാനസികമായ വളർച്ച ഉണ്ടാകുക, ശാരീരികമായ വളർച്ച ഉണ്ടാകുക. അപ്പം മാനസിക വളർച്ച എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി സമൂഹമായിട്ട് ചേർന്നിട്ട് സമൂഹത്തെക്കുറിച്ച് പഠിക്കാനും സാമൂഹ്യമായ നീതികളെക്കുറിച്ച് പഠിക്കാനും അവിടുന്ന് അവൻ്റെ വ്യക്തിത്വം സാമൂഹ്യമായിട്ടും മാനസികമായിട്ടും ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജ്. ശാരീരികമായ ചേഞ്ച് അത് നമ്മൾ 12 വയസ്സ് മുതൽ എടുക്കാം. 12 വയസ്സ് മുതൽ നമ്മൾ പറയുമ്പോൾ പ്യൂബർട്ടി സ്റ്റേജ് ആയത് മുതലാണ്. അപ്പോൾ പല കാറ്റഗറിയും പല സ്ഥലങ്ങളിലും ഈ അഡോളസൻസ് അല്ലെങ്കിൽ യൂത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് 18 വയസ്സ് വരെയുള്ളവർ, 18 വയസ്സിൽ കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം. ഇത് ഓരോരുത്തർക്കും ഓരോ നിയമങ്ങളാണ് ഉള്ളത്.
അപ്പോൾ യൂത്ത് നമ്മൾ ഉദ്ദേശിക്കും സാധാരണ 18 വയസ്സ് മുതലുള്ളതാണെങ്കിൽ അതിനു മുമ്പുള്ള കുറേ കാലഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ആദ്യത്തെ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ചേഞ്ച് ശാരീരികമായ ചേഞ്ച്. അപ്പോൾ പ്യൂബർട്ടി സ്റ്റേജ്, അതായത് അഡോളസൻ്റ് ആകുന്ന സ്റ്റേജിൽ അവനുണ്ടാകുന്ന ആദ്യത്തെ ശാരീരികമായ ചേഞ്ചാണ്. പെൺകുട്ടിയാണെങ്കിൽ സെക്ഷൽ ഡെവലപ്മെൻ്റ് ഉണ്ടാകുക, ബ്രസ്റ്റിൽ വ്യത്യാസം ഉണ്ടാകുക, ജനറ്റൽ പാർട്സിൽ വ്യത്യാസം, പ്യൂബർട്ടി ഹെയർ ഉണ്ടാകുക, ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ, ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ നമുക്ക് രോമങ്ങൾ വളരുക, അതുപോലെ സെക്ഷൽ ഡെവലപ്മെൻറ്റ് നടക്കുക. പെൺകുട്ടിയാണെങ്കിൽ അവർ മെൻസ്ട്രേഷൻ മന്ത്ലി ഉള്ള സംഗതികളുണ്ടാകുക. ആൺകുട്ടികളാണെങ്കിൽ അവർ ആഡംസ് ആപ്പിൾ തൊണ്ടയിൽ ഉണ്ടാകുക, മീശ വരിക, മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റ് വരിക, സെക്ഷൽ ഡെവലപ്മെൻറ്റ്, സ്വാഭാവികമായിട്ട് ശരീരത്തിൽ രോമങ്ങൾ വളരുക, അതായത് മെയിൽ ഹോർമോൺ കൂടുക, ഫീമെയിൽ ഹോർമോൺ ഉണ്ടാകുക. പെൺകുട്ടികൾ ഫീമെയിൽ ഹോർമോൺ, മെയിലിൽ ആണുങ്ങളുടെ ഹോർമോൺ ഉണ്ടാകുക. അപ്പോൾ ഇതാണ് അവർ ആദ്യത്തെ ചെയ്തു. ഈ സമയത്ത് കുറേ പ്രശ്നങ്ങൾ, ഈ സമയത്തുണ്ടാകുന്ന മാനസികമായ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കണം. യൂത്തിനെ സംബന്ധിച്ചിടത്തോളം പലർക്കും ഇത് അംഗീകരിക്കാൻ, നമ്മളിലുണ്ടായ ശാരീരികമായ വ്യത്യാസം അംഗീകരിക്കാനുള്ളൊരു മാനസിക പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അംഗീകരിക്കാനുള്ള മാനസിക പ്രശ്നം ഉണ്ടാകും. ഒരു ക്രൈസിസ്, ഒരു പ്രശ്നം അവർ നേരിടുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വരെ നമ്മളെ കൊച്ചുകുട്ടിയായി കണ്ടുവരുന്ന ഒരാൾ ഇന്ന് പെട്ടെന്ന് നമ്മുടെ വീട്ടുകാർ പറയാണ്, നീ വലുതായി, നിനക്ക് ഇതിൻ്റെ ഉള്ള മാറ്റങ്ങൾ വരണം, നീ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി മുമ്പോട്ട് പോകണം, ഇനി ഉത്തരവാദിത്വം ഉള്ള ഒരാളായിരിക്കണം. അല്ലെ, പെൺകുട്ടികളോട് പറയുകയാണ്, നീ ഇന്ന് വലിയൊരു പെൺകുട്ടിയായി, നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ ജനറ്റിൽ, അത് ശാരീരികമായ വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ്, ഇന്ന കാര്യങ്ങളാണ്, ഇതിനെ നിങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് നീങ്ങണം എന്ന് പറയുമ്പോൾ അവർക്ക് അതിനെ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരിത്, കാരണം സമൂഹത്തിൽ ഇന്നലെ വരെ വന്ന ഒരു വ്യത്യാസമാണ്. അപ്പോൾ ഇത് ക്രൈസിസാണ്, ഇതൊരു ക്രൈസിസാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ ഒരു വ്യത്യാസം വരികയാണ്. ഇന്നലെ വരെ നമ്മളെ ഒരു കൊച്ചുകുട്ടികളെയും ഇന്ന് നമ്മളൊരു മച്യൂർ പേഴ്സണായിട്ട് കാണുന്നു. അപ്പോൾ അതനുസരിച്ച് സാമൂഹ്യമായിട്ടുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ സാമൂഹ്യമായിട്ട് അത് അംഗീകരിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാകണം. അപ്പോൾ ഇത് ഉണ്ടാകാതെ വരുമ്പോൾ പലപ്പോഴും എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുമായിട്ട് ഇടപെടുമ്പം ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അംഗീകരിക്കപ്പെടുന്നില്ല. അപ്പം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ഒരു ആഗ്രഹം, ആ ഐഡൻറ്റിറ്റി ഉണ്ടാകുക. പിന്നെ സെക്ഷൽ ഡെവലപ്മെൻറ്റ്, സെക്ഷൽ ക്രൈസിസ്, ഏത് ശരി ഏത് തെറ്റ് എന്നുള്ളതിനെ കുറിച്ചുള്ള സെക്ഷൽ ക്രൈസിസ്, അത് ഏതാണ് ശരി ഏതാണ് തെറ്റ്, അത് ചെയ്യാമോ ഇത് ചെയ്യാമോ. പിന്നെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്ന സെക്ഷൽ തോട്ട്സുകൾ, അത് പ്രശ്നങ്ങളാകും. പിന്നെ ഇവർ ഇന്നലെ വരെ സമൂഹത്തിൽ നടന്ന കാര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ടിരുന്ന ഒരാൾ ആദ്യമായിട്ട് ഈ കാര്യങ്ങളെ ചോദ്യം ചെയ്യാനായിട്ടുള്ള, ഇത് ശരിയല്ല, സമൂഹം ശരിയല്ല, ചിലപ്പം പറയാം അച്ഛൻ ചെയ്യുന്നത് ശരിയല്ല, അമ്മ ചെയ്യുന്നത് ശരിയല്ല. അവർ പറയുന്നത് വെച്ചാൽ നമ്മൾ വരുന്ന തലമുറകൾ തമ്മിലുള്ള അന്തരം എന്നാണ് അവരതിനെ പറയുന്നത്. കാരണം രണ്ട് സാമൂഹികമായിട്ടുള്ള ആൾക്കാരുടെ ചിന്താഗതികൾ തമ്മിലുള്ള വ്യത്യാസം, ജനറേഷൻ ഗ്യാപ്പ്, അതാണ് ഒരു ജനറേഷൻ ഗ്യാപ്പ്. എന്നുവെച്ചാൽ ഒരു ജനറേഷനിൽ മറ്റു ജനറേഷനിലേക്ക് വരുമ്പോൾ അവർക്കത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഗതി. ഇവിടെ ഈ ഐഡൻറ്റിറ്റി, അത് നമ്മൾ ഇന്നലെ വരെ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളല്ല ഇന്ന് പറയുന്നത്. ഇന്ന് കുറച്ചും കൂടെ ആധികാരികമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. കുറച്ചുകൂടെ സമൂഹത്തിൻ്റെ വീക്ഷണം വ്യത്യസ്ത രീതിയിൽ വരികയാണ്. അതാണ് യൂത്തിലേക്ക് വരുമ്പോഴുള്ള പ്രത്യേകത. ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാലും നമ്മൾ ബാക്കിയുള്ളത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ചേഞ്ച്, അതായത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ചേഞ്ച് എന്നുവെച്ചാൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നൊരു കാര്യങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. ഇന്നലെ വരെ നടന്ന നിയമങ്ങൾ ശരിയല്ല, ഇന്നലെ സമൂഹത്തിൽ നടന്ന കാര്യങ്ങൾ ശരിയല്ല, എനിക്ക് എൻ്റേതായൊരു ചിന്താഗതി വരികയാണ്. ഇവിടെയാണ് ഗോൾ സെറ്റിംഗ് വരുന്നത്. കാരണം ഇവിടെയാണ് ഞാൻ ആരാകണം, എന്താകണം, എങ്ങനെയായിരിക്കണം എന്ന് ഒരു കുട്ടി ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് ഗോൾ സെറ്റിങ്. അപ്പോൾ ഗോൾ സെറ്റിങ്ങിന് അവൻ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവന് ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മാത്രമേ. പലപ്പോഴും മാതാപിതാക്കൾ ഇവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം, അവർക്കിത് അംഗീകരിക്കാനൊരു മാനസിക പ്രശ്നം ഉണ്ടാകും. കാരണം ഇന്നലെ വരെ കുട്ടി നമ്മൾ പറഞ്ഞ് കേട്ടുകൊണ്ടിരുന്നത് പെട്ടെന്ന് അതിലൊരു മാറ്റം വരികയാണ്. അതേസമയം കുട്ടികൾക്കുണ്ടാകുന്ന വ്യത്യാസം തന്നെ, ഇന്നലെ വരെ അച്ഛനും അമ്മയും നമ്മൾ ലാളിച്ചുകൊണ്ടിരുന്നു, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ കുട്ടിയോട് പറയും നീ മച്ചുറായി എന്ന് പറയുന്നു.
പിന്നെ മാനസികമായിട്ട് നമ്മൾ ഇതിനു മുമ്പ് തന്നെ ആ മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ നയിക്കണം, അവനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. ഇങ്ങനെ ഒരു സംഗതിയുണ്ട്. ഇവിടെ പലപ്പോഴും പാരൻസിന് പറ്റും, അച്ഛനും അമ്മയ്ക്ക് എന്ത് കുട്ടികളോട് സംസാരിക്കാം, എന്ത് കുട്ടികളോട് സംസാരിക്കാൻ പാടില്ല. എക്സാമ്പിൾ സെക്ഷൽ ഡെവലപ്മെൻറ്റ്. ഒരു പെൺകുട്ടിയോട് എന്താണ് സെക്ഷൽ ഡെവലപ്മെൻറ്റ്, അല്ല എന്താണ്, ഏതൊക്കെ കാര്യങ്ങളാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അച്ഛനും അമ്മയ്ക്കും ഉള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ സാധാരണക്കാരൻ്റെ ഇതാണ്. ഇത് വ്യത്യസ്തമായ ഒത്തിരി സ്ഥലങ്ങളുണ്ടാകാം, പക്ഷെ സാധാരണ ഒരു വ്യക്തിക്കുണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അച്ഛനും അമ്മയ്ക്കും ഇത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, പറഞ്ഞിട്ട് കാര്യങ്ങളിൽ നമ്മൾ ചെയ്യിക്കുക, ചെയ്തിട്ട് നമ്മളതിനെ അത് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. അതില്ല. ഇങ്ങനെ വരുമ്പോൾ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനോ അമ്മയോ ടീച്ചേഴ്സും സഹോദരൻ്റെ മുതിർന്ന ആൾക്കാർ അങ്ങനെ ഗൈഡ് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് കുട്ടികൾ മറ്റുള്ളവരുടെ സഹായങ്ങൾ തേടാൻ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ വഴിതെറ്റിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണമെന്ന്. ഈ സമയത്താണ് കുട്ടികൾ സ്മോക്കിംഗ് തുടങ്ങുക. സിഗരറ്റ് ആൺകുട്ടികളാണ് സ്മോക്കിംഗ് തുടങ്ങാം. ആൽക്കഹോളിസം നമുക്കുണ്ട്. ആൽക്കഹോളിസം ആണിനും പെണ്ണിനും നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണ നമ്മൾ പറയുന്നത് ആൽക്കഹോളിസം എന്ന് പറയുന്നത് ആൺകുട്ടികളാണ് നമ്മൾ പറയുന്നത്, പക്ഷെ പെൺകുട്ടികളിലും മാറ്റമില്ല. ഈ സമയത്ത് മയക്കുമരുന്നുകളുടെ അടിമയാകാനായിട്ടുള്ള വഴിതെറ്റിക്കുക എന്നുള്ളതാണ്. പല സമയത്തും ഇങ്ങനെയുള്ള കുട്ടി യങ്സ്റ്റേഴ്സ് ആയിരിക്കും, യൂത്തിലാണ് കുട്ടികളെ സാധാരണ ഇങ്ങനെയുള്ള ചെയ്തിരിക്കുക. ഇതൊക്കെ വാർണിംഗ് സെൻസ് ഓഫ് പ്യുവർ മെൻ്റൽ ഹെൽത്ത് ആണ്. ദെൻ കൺഫ്യൂഷൻ, ഏത് ശരി ഏത് തെറ്റെന്നുള്ള കൺഫ്യൂഷൻ. പിന്നെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഏത് ഗോളാണ് ശരി, അപ്പം നമുക്ക് കഴിവുള്ള അനുസരിച്ച് നമ്മൾ ചെയ്യാം. അത് ബിലോ ആയാലും എബോ ആയാലും ഒരാൾക്ക് എത്താൻ പറ്റുന്നതിൽ കൂടുതൽ വിചാരിച്ചാലും അത് കുറച്ച് വിചാരിച്ചാലും അവൻ്റെ മാനസികമായ പ്രശ്നങ്ങളുണ്ടാകും. കാരണം എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, പഠിച്ച് ഞാൻ ഒരു ഡിഗ്രി എടുക്കാം, അപ്പം ഞാൻ അവിടുന്ന് പഠിച്ച് ഞാനൊരു IAS എടുക്കണം എന്ന് പലപ്പോഴും നമ്മൾ അങ്ങനെ കാണാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പ്രഷർ ചെയ്തിട്ട് കുട്ടികളുടെ കഴിവിനല്ലാതെ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പം നീ IAS വേണം. എനിക്ക് വന്നൊരു കുട്ടിയെ സംബന്ധിച്ചുള്ള ആ കുട്ടി IAS എടുക്കണം, അച്ഛനും അമ്മയ്ക്ക് IAS എടുക്കണം, കുട്ടിക്ക് IAS എടുക്കണമെന്ന്. പക്ഷേ ആക്ച്വലി കുട്ടിക്ക് ഒരു പ്രശ്നമുള്ളതാണ്. IAS പോയിട്ട് അല്ലെങ്കിൽ സർവീസിൽ പോയിട്ട് ആ കുട്ടിക്ക് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു എൻട്രൻസ് പോലും എഴുതി പാസ്സാകാനായിട്ടുള്ള കഴിവില്ല. എന്നാൽ പഠിക്കാൻ മിടിക്കുകയാണ്. പഠിക്കാൻ മിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാപ്പാഠം പഠിച്ചെഴുതി പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാൻ വളരെ മിടിക്കുകയാണ്. അപ്പം ഇവിടെ ഒരു ക്രൈസിസ് ഉണ്ടാക്കണം. കാരണം ഇത് 17 വയസ്സല്ല, അപ്പോൾ അച്ഛനും അമ്മയും ഇവിടെ IAS ആക്കണം, ഭയങ്കര ബുദ്ധിയാണെന്ന് പറഞ്ഞു വന്നാൽ ആ കുട്ടിക്ക് IAS എഴുതാൻ പറ്റും. ദറ്റ് ഇസ് എ ക്രൈസിസ്. ഇങ്ങനെ ഉള്ളപ്പോൾ കുട്ടി എന്താ വെച്ചാൽ എഗൻസ്റ്റ് ലോ, സമൂഹത്തിൻ്റെ നിയമങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് പെരുമാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സമൂഹത്തിന് നിയമങ്ങൾക്കെതിരെ അംഗീകരിക്കാൻ പറ്റില്ല. ഇതൊക്കെ വാർണിംഗ് സൈൻസ് ആണ്. ഇതൊക്കെ പ്യുവർ മെൻ്റൽ ഹെൽത്തിൻ്റെ വാർണിംഗ് സൈൻസ് ആണ് യൂത്തിൽ വരുന്നത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പോയി പെടുക, ആ ഗ്രൂപ്പുമായിട്ട് നമ്മൾ ചേരുക. അവിടെ ആൽക്കഹോളിസത്തിന്, ഡ്രഗ് അഡിക്സിന്, അല്ലെങ്കിൽ ഡീവിയൻ ബിഹേവിയർ, സമൂഹത്തിൻ്റെ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്താഗതി കുട്ടികൾക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ സാധിക്കും. ഉണ്ടാകാനുള്ള ഇടവരും. അപ്പോൾ യൂത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വഴി തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു 40% ആൾക്കാർ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 40-45% ആൾക്കാർ യൂത്താണ്. അപ്പോൾ ഒരു മെജോറിറ്റി ആൾക്കാർ ഡീവിയൻ ബിഹേവിയർ ഉണ്ടായി, മെജോറിറ്റി ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യും? അപ്പം അതുകൊണ്ടാണ് ഇതിന് ഇത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. നിയമപരമായിട്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട്, അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ട്, അല്ലെങ്കിൽ ജീവിതശൈലി പ്രകാരം, അല്ലെങ്കിൽ കുടുംബപരമായിട്ട് എന്തൊക്കെയാണ് ഇവരുടെ ഈ യൂത്ത് എന്ന് പറഞ്ഞാൽ, എന്തൊക്കെയാണ് അവരുടെ അവകാശങ്ങൾ, എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ്. പിന്നെ ജെൻഡർ നമ്മൾ പറയുമ്പോൾ, ജെൻഡർ സാധാരണ നമ്മൾ 2 ജെൻഡറാണ്, മെയിൽ ആൻഡ് ഫീമെയിൽ. പക്ഷേ ഇപ്പം നമ്മളൊരു വേറൊരു കാറ്റഗറി കൂടെ വന്നിട്ടുണ്ട്, ഒരു ട്രാൻസ്ജെൻഡേഴ്സ്. അതായത് ഇതിൻ്റെ രണ്ടിനിടയ്ക്ക് അവർ ജനനം കൊണ്ടുണ്ടായതാകാം, കർമ്മങ്ങൾ കൊണ്ടുണ്ടായതാകാം, അല്ല ഹോർമോൺ ചേഞ്ചസ് കൊണ്ടുണ്ടാകാം, എങ്ങനെയാകാം. അപ്പം ഒരു തേർഡ് ജെൻഡറും കൂടെ നമ്മൾ കാണുന്നു. പിന്നെ ഇവർക്ക് ഐഡൻറ്റിറ്റി ഇവിടെ നിലനിൽക്കാനുള്ള, യൂത്തിനെ യൂത്തായിട്ട് അംഗീകരിക്കാതെ എനിക്ക് എൻ്റേതായ അവകാശങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ പ്രായപൂർത്തിക്ക് ഞാൻ തീരുമാനിക്കുന്നതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതികൾ, എനിക്ക് എന്തൊക്കെ നിയമപരമായിട്ട് എന്തൊക്കെയുണ്ട്, സാമൂഹ്യപരമായിട്ട് എന്തുണ്ട്, കുടുംബത്തിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയാണ് എൻ്റെ റോൾ,
അതാണ് ഐഡന്റിറ്റി എന്നാണ് പറയുന്നത്. ഏതെങ്കിലും റോൾ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ട ആവശ്യകത. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം യൂത്ത്, ജെൻഡർ ആൻഡ് ഐഡന്റിറ്റി നമ്മൾ എടുക്കേണ്ടത്. അപ്പം യൂത്ത് എന്ന് പറയുന്നത് ആരാണ്? ബേസിക്കലി നമ്മൾ പറയുന്നത് ഒരു 18 വയസ്സ് വരെ അല്ല 18 വയസ്സിന് മുകളിലേക്കുള്ള ആൾക്കാണ് യൂത്ത് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ലീഗലി എന്താണ്? പലയിടത്തും പലതാണ്. അപ്പം ജുവനൈൽ എന്ന് പറയുന്ന ആൾക്കാർ 18 വയസ്സിൽ താഴെ കുട്ടികൾ ചെയ്ത ഇന്ത്യൻ നിയമം അനുസരിച്ച് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ തെറ്റിയത് ജുവനൈൽ ക്രൈമായിട്ടാണ്. അതായത് കൊച്ചുകുട്ടി പ്രായപൂർത്തിയാകാത്തവർ ചെയ്യുന്ന കുറ്റമാണ്. അവരെ നമ്മൾ ശിക്ഷിക്കുക എന്നുള്ളതിനേക്കാൾ അവർ ജുവനൈൽ ഹോമിലേക്ക് എടുത്ത് അവരെ കറക്ഷൻസ് ആണ്. അവരെ ഒരു മജിസ്ട്രേറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇവരെ ശിക്ഷിച്ച് വിടുകയല്ല, ബട്ട് അവരെ കറക്റ്റീവ് മെഷേഴ്സ് എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളതാണ്. അതേസമയം ചില രാജ്യങ്ങളിൽ അങ്ങനെ ഒരു സംഗതിയില്ല, അങ്ങനെ ഒരു ഡിഫറൻസിയേഷനേ ഇല്ല. ആര് തെറ്റെല്ലാം തെറ്റ് ചെയ്തതാണ്, പ്രായത്തിൽ കുറഞ്ഞു എന്ന് പറഞ്ഞില്ല. ചിലയിടത്ത് 16 വയസ്സ് മുതൽ 18 വയസ്സ് വരെയാണ്, ചില 21 വയസ്സിൽ താഴെയാണ് നമുക്ക് ഉള്ളത്. പക്ഷെ 18 വയസ്സ് താഴെ ഇന്ത്യൻ നിയമം അനുസരിച്ച് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് നമ്മൾ യൂത്ത് എന്ന് പറഞ്ഞ് അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. എന്നുവെച്ചാൽ ഒരു സാമാജികനെ അല്ലെ നമ്മളെ ഒരു MP അല്ലെ MLA അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ തിരഞ്ഞെടുക്കാനുള്ള അവകാശം 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കുണ്ട്. അതേസമയം ചില രാജ്യങ്ങളിൽ 21 വയസ്സേ ഉള്ളൂ. പക്ഷെ അതേസമയം നമ്മുടെ ഇവിടെ ജോലി ചെയ്യാനോ വിവാഹം കഴിക്കാനോ 21 വയസ്സ് ഉണ്ട്. 21 വയസ്സിന് മുമ്പ് ഒരു ആൺകുട്ടിക്കും 18 വയസ്സിന് മുമ്പ് ഒരു പെൺകുട്ടിക്കും വിവാഹം കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെയും ജെൻഡർ വ്യത്യാസമുണ്ട്. കാരണം ജെൻഡർ അനുസരിച്ച് ആൺകുട്ടിക്ക് 21 വയസ്സും പെൺകുട്ടികൾക്ക് 18 വയസ്സും എന്ന് വെച്ചിട്ടുണ്ട്. അപ്പം യുദ്ധത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ലീഗലി എന്തൊക്കെ വാലിഡിറ്റി ഉണ്ട്, ലീഗൽ എന്തൊക്കെ വാലിഡിറ്റി ഇല്ല, നിയമപരമായിട്ട് ഓരോ രാജ്യങ്ങളിൽ എന്തൊക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ യൂത്തിനെ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളോട് നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ആദ്യത്തെ സംഗതി, യൂത്ത് എന്ന് പറയുന്നത് ആ പ്രായപൂർത്തിയാകുന്നത് മുതലുള്ള മെച്യൂരിറ്റി ആകുന്നത് മുതലുള്ള സമയത്താണ് നമ്മൾ അവരെ യൂത്ത് എന്ന് പറയുന്നത്. മെയിൻലി യൂത്ത് എന്ന് പറയുന്നത് 18 വയസ്സിന് 21 വയസ്സിന് 18 വയസ്സിൽ താഴെയല്ല, ജുവനൈൽ ആയിട്ടാണ്. കേസും അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. അവർക്ക് അതങ്ങനെ പോപ്സോ കേസൊക്കെ 18 വയസ്സ് താഴെയുള്ള ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ സെക്ഷലി നമ്മൾ ഹരാസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ പോപ്സോ കേസിലാണ് വരുന്നത്. 18 വയസ്സ് താഴെയുള്ള. 18 വയസ്സ് മുകളിലാണെങ്കിൽ അതിൻ്റെ നിയമപരമായിട്ടുള്ള വേറെ സംഗതികളാണ്. ഇപ്പോൾ 18 വയസ്സ് താഴെയുള്ള കുട്ടികൾ എന്തെങ്കിലും ക്രൈം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ സാധാരണ ക്രിമിനൽസിനെ പോലെ അല്ല നമ്മളവരെ ട്രീറ്റ് ചെയ്യുക, മറിച്ച് ജുവനൈൽ ക്രൈമായിട്ടാണ്, കൊച്ചുകുട്ടികൾ ചെയ്ത ക്രൈമാണ്. അവരെ കൊണ്ടുപോയി കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ചുള്ളത്. അതേസമയം മറ്റു രാജ്യങ്ങളിൽ അതല്ല. മറ്റു രാജ്യങ്ങളിൽ ചില രാജ്യങ്ങളിൽ അത് 21 വയസ്സാകാം, ചില രാജ്യങ്ങളിൽ 16 വയസ്സ് മുതൽ 21 വയസ്സാകാം, ചിലത്ത് 12 വയസ്സ് മുതലുള്ളതാകാം. അത് ഡിപ്പെൻസ്, ഓരോ രാജ്യത്തെയും നിയമം അനുസരിച്ച് അതിന് വ്യത്യാസങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഇത് ആമുഖം വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് യൂത്ത് കോൺസെപ്റ്റ്? എൻ്റെ കോൺസെപ്റ്റ് ഉണ്ട്. യോങ് എന്ന് പറഞ്ഞ ഒരു വാക്കാണ് യോങ്. അത് മീനിങ് യൂത്ത് ഓർ യങ്, റീസെന്റ് ഓർ ഫ്രഷ്. അപ്പൊ യൂത്ത് എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാർ, പുതിയതായിട്ടുള്ള ആൾക്കാർ. അതേസമയം സാൻസ്ക്രിറ്റിൽ യൂത്ത് മീൻസ് യങ് മേൻ എന്നാണ്. ചെറുപ്പക്കാരെ പുരുഷനെയാണ് യുവൻ എന്ന് പറഞ്ഞത്. യുവ എന്നാണ്, യുവൻ എന്നാണ് പറഞ്ഞത്, മീനിങ് യൂത്ത് ഓർ യങ് മേൻ. അപ്പൊ സാൻസ്ക്രിറ്റ് പദങ്ങൾ അന്നു മുതലേ തന്നെ ഈ കുട്ടികൾക്ക്, അതായത് അഡോളസെന്റ് സ്റ്റേജിന് അല്ലെങ്കിൽ യൂത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്സ്ഫോർഡ് ഡിസ്ട്രിക്റ്റാണ് ഏർലി പാർട്ട് ഓഫ് ലൈഫ്, എക്സ്പെഷ്യലി അഡോളസെൻസ്. അതായത് അഡോളസെൻസ് സ്റ്റേജിലാണ് അവർ യങ് എന്ന് പറയുന്നത്. യങ് അത് ഏർലി സ്റ്റേജ്, ഏർലി പാർട്ട് ഓഫ് അഡോളസെൻസ് ആണ് അത് വെച്ചിരിക്കുന്നത്. അപ്പം യോങ് എന്ന മീനിങ്, അതിൻ്റെ മീനിങ് ഗോൺ എന്ന വാക്കാണ്, അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് യൂത്ത്ഫുൾ യങ് ആണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു യുവ യങ് ടൈം ചേർന്നുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് തുടങ്ങാം.
അപ്പം യോൺ മീൻസ് യൂത്ത്ഫുൾ ഓർ യങ് ഓർ റീസെൻറ്റ്, ന്യൂ ഓർ ഫ്രഷ്. ന്യൂ ഓർ ഫ്രഷ് എന്നാണ് റീസെൻറ്റ്, ന്യൂ ഓർ ഫ്രഷ് എന്നാണ് അതിൻ്റെ വേർഡിൻ്റെ മീനിങ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറയുന്നത് ഏർലി പാർട്ട് ഓഫ് അഡോളസൻസിനെയാണ് നമ്മളിത് പറയുന്നത്. എന്താണ് യൂത്തിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് എന്താണ്? അപ്പോൾ യൂത്തും അഡൽട്ടും, അഡൽട്ട് എന്ന് പറയുന്ന യൂത്ത് എന്ന് പറഞ്ഞാൽ അഡൽട്ട് ആയിട്ടില്ല, പക്ഷെ ഇവര് അതിന് തൊട്ട് മുമ്പ് അഡോളസൻ നോട്ട് യെറ്റ് ആൻ അഡൽട്ട് ആയിട്ടില്ല, അതിന് താഴെയുള്ള സ്റ്റേജിനാണ് നമ്മൾ പറയുന്നത് യൂത്ത് എന്ന് പറയുന്നത്. ഇത് അഡോളസൻസിന്റെ കറസ്പോണ്ടിങ് മേജർ പാർട്ട് ഓഫ് അഡോളസൻസ് നമ്മൾ നിൽക്കുന്നത് യൂത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. സമൺ ഹു ഈസ് നോട്ട് യെറ്റ് ആൻ അഡൽട്ട് ആയിട്ടില്ല എന്ന് വെച്ചാൽ 21 വയസ്സായിട്ടില്ല. അപ്പോൾ 20 ചിലത് 18 വയസ്സ് വരെയാണ്, ചിലക്കത് 21 വയസ്സ് വരെയാണ്, ചിലത് 16 വയസ്സ് വരെ വിളിച്ചിട്ട്. പിന്നെ ജെൻഡർ അനുസരിച്ച് ജെൻഡറിലും നമുക്ക് പറയാൻ പറ്റും. ഫീമെയിൽസ് നേരത്തെ മച്യൂർ ആകുന്ന ആൾക്കാർ നമുക്കുണ്ടാകാം, ആൺകുട്ടികൾ ചിലപ്പോൾ വളരെ കുറച്ചായിട്ടുള്ള ആൾക്കാർ നേരത്തെ മച്യൂർ ആകുന്ന ആൾക്കാർ. അപ്പം ഇതിനെയും കൂടെയാണ് അഡൽട്ട് കൺസിഡർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ദെൻ യൂത്ത് അതേസമയം അഡൽട്ട് എന്ന് പറയുന്നത് അത് മേജർ പാർട്ടാണ്. അവർ ദേ ആർ റെഡി ടു ടേക്ക് ഇൻ റെസ്പോൺസിബിലിറ്റി. അവർ യൂത്തിൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ എടുക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ യൂത്ത് എന്ന് പറയുന്നത് ഒരു വളർച്ചയുടെ ഭാഗമാണ്. അത് നമ്മൾ യൂത്ത് ആകുമ്പോൾ നമ്മൾ സ്വന്തം ഐഡൻറ്റിറ്റി, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ഇവിടെയാണ് അവർ നമ്മുടേതായ സ്വന്തമായി ഒരു ഫിലോസഫി ഡെവലപ്പ് ചെയ്യുക. ഞാൻ എന്താണ്, ജീവിതത്തിൽ ആരാകണം, എങ്ങനെയാകണം, ഏത് രീതിയിൽ പോകണം എന്നുള്ള രീതിയിൽ ഒരു തീരുമാനം എടുക്കുന്ന സമയം കൂടിയാണ് ഈ യൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ നിലനിൽപ്പ്, ഞാൻ ആരാണ് എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥയാണ്, ആ സ്റ്റേജിലൂടെയാണ് നമ്മൾ യൂത്ത് എന്ന് പറയുന്നത്. അതേസമയം അഡൽട്ട് അതല്ല, അഡൽട്ട് അതായി, അവർ കുറച്ചുകൂടെ അവരവരുടെ പ്രോസസ്സ് തുടങ്ങി, ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങി, നമ്മൾ ആരാകണം എന്താകണം എന്നുള്ളതിനെ കുറിച്ച് ചെയ്തു, മുന്നോട്ട് വന്നു. അതാണ് അഡൽട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂത്തും അഡൽട്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അത് അഡൽട്ട് എന്ന് പറഞ്ഞാൽ 21 വയസ്സിന് മേലുള്ള അല്ലെ 18 വയസ്സിന് മേലുള്ളതാണ് നമ്മൾ പറയുന്നത്. സോറി. അപ്പം ഇവിടെയാണ് നമ്മൾ ഐഡന്റിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് വരുന്ന ഒരു ഭാഗമാണ് ഈ യൂത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പവർലെസ് ആൻഡ് വൾണറബിൾ, ദേ ഫേസ് ലോട്ട് ഓഫ് പ്രഷർ ഫ്രം ദ ഫാമിലി ആൻഡ് സൊസൈറ്റി. ഇവിടെ യൂത്തിനൊരു പ്രശ്നമുള്ളത് എപ്പോഴും അവർക്കൊരു തീരുമാനം എടുക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാനോ ഉള്ള അവകാശങ്ങൾ പലപ്പോഴും കൊടുക്കുന്നതാണ്. കാരണം ഇവരുടെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങൾക്ക് ഡിസിഷൻ, അത് എപ്പോഴും ഒരു ഐഡന്റിറ്റി, യൂത്ത് ഐഡന്റിറ്റി ക്രൈസിസ് വരുന്നതാണ്. ഒരു സ്ഥലത്ത് പറയും നിങ്ങൾ മച്ചുവറായി, നമ്മളെ കാര്യങ്ങൾക്കകത്ത് നിങ്ങൾ തന്നെ എല്ലാ കാര്യത്തിനകത്തും തീരുമാനമെടുക്കും. ഈ ഒരു സ്റ്റേജിൽ വന്നിട്ട് നമ്മൾ പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഒരു അഭിപ്രായം പറയുകയാണ്. ഒരു ഉദാഹരണത്തിന് അമ്മയോടോ അച്ഛനോടോ നമ്മുടെ ഒരു അഭിപ്രായം, അപ്പോൾ അവർ പറയും പിള്ളേരാണ്, ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. അപ്പം ഫാമിലിയിൽ നിന്നൊരു പ്രശ്നം ഉണ്ടാകുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾ വലിയൊരാളായി എന്നുള്ള ഒരു പ്രഷറും, സൊസൈറ്റിയാണ് നിങ്ങൾ ഇന്നലെ വരെ കണ്ട് നിങ്ങളെ ഇന്ന് കാണുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മളൊരു തീരുമാനം എടുത്താൽ അത് അവർ അംഗീകരിക്കണമെന്നില്ല. വീട്ടുകാർ പറയും അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ് എന്ന് പറയും. അപ്പോൾ ദർ ഇസ് എ ക്രൈസിസ്. അപ്പം ഈ യൂത്തിന് പറയുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ഉണ്ടാകുന്നത് ഇവിടെയാണ്. അവർക്ക് ക്രൈസിസ് ഉണ്ടാകുന്നത്. ദേ ആർ നോട്ട് ഏബിൾ ടു ടേക്ക് എനി ഡിസിഷൻ. ആക്ച്വലി ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ ദ പാരൻസ്. അവരെയാണ് അവർ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പാരൻസ് അതിന് അനുവാദം കൊടുക്കുന്നില്ല. അതേസമയം അഡൽട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും നീ ഇപ്പം ഇൻഡിപെൻഡൻ്റ് ആയി, നിനക്ക് തന്നെത്താൻ തീരുമാനങ്ങൾ എടുക്കാം. കാരണം ഇവിടെ വേറൊരു സ്ഥലത്ത് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ദേ ആർ കൺസിഡർഡ് ലെസ് റെസ്പോൺസിബിൾ. ഇവർക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള കഴിവില്ല. അപ്പോൾ ഇവർ സാധാരണ യൂത്ത് കൂടുതൽ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ചെയ്യുക. അത് നമ്മൾ പറയുക ഇവർ യങ് ജനറേഷൻ, നമ്മൾ പറയുന്നത് പ്യൂബർട്ടി സ്റ്റേജിൽ അവർ എല്ലാത്തിനോടും എതിരാണ്.
അതേസമയം അഡൽട്ട് ആയിക്കഴിഞ്ഞാൽ അങ്ങനെ അഡൽട്ട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ റെസ്പോൺസിബിൾ. അവരവരുടെ കാര്യങ്ങൾ തീരുമാനമെടുക്കാനും ചെയ്യാനായിട്ടും ഉള്ള കാര്യങ്ങൾ അവർക്ക് വന്നു കഴിഞ്ഞു. അവർക്ക് അവരുടെ തീരുമാനങ്ങൾ എടുക്കാം. അതേസമയം ഇവിടെ ആകുമ്പോൾ യൂത്ത് ആകുമ്പോൾ അവർ ലെസ് റെസ്പോൺസിബിൾ ആണ്. അവർ എന്തെങ്കിലും റിസ്ക് ഏറ്റെടുക്കും, കൂടുതൽ റിസ്ക് ഏറ്റെടുക്കുന്ന സ്വഭാവങ്ങളായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വരിക എന്നറിയാത്തത് കൊണ്ട് അതങ്ങനെ ചെയ്യാം. അത് കൂടാതെ ഇവര് സമൂഹത്തിന് എതിരാണ്, എല്ലാത്തിനും റിബലിയസ് നേച്ചർ എടുക്കുക. അപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു സ്വഭാവം അഡോളസൻസ് ക്രൈസിസിലുണ്ടാകും. എന്തിനെ ചോദ്യം ചെയ്യുക? ആ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല, നിയമം ശരിയല്ല, ഇന്ന ചെയ്യുന്നത് ശരിയല്ല, അച്ഛൻ ചെയ്യുന്നത് ശരിയല്ല, അമ്മ ചെയ്യുന്നത് ശരിയല്ല, അയൽവക്കംകാർ ചെയ്യുന്നത് ശരിയല്ല, അല്ല വണ്ടി ഓടിക്കുന്നത് ശരിയല്ല. എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുന്നത് വെച്ചാൽ വേറെ ആൾക്കാർ ഓടിക്കും, നമ്മൾ ഓടിക്കുന്നതല്ല. നമ്മൾ വളരെ ഫ്രീ ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ നമുക്ക് വേണ്ടതായ ബഹുമാനം തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബഹളം ഉണ്ടാക്കുക. ആൻഡ് ഓപ്പൺ ന്യൂ എക്സ്പീരിയൻസ് ആൻഡ് ഹാവ് ക്രിയേറ്റീവ് ഐഡിയാസ്. ചില കേസ് നമ്മൾ ദേ ആർ വെരി ന്യൂ എക്സ്പീരിയൻസ്, ജീവിതത്തിലെ പുതിയ അനുഭവങ്ങൾ നമ്മൾ ഉണ്ടാകുക. ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്, പുതിയ തീരുമാനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അത് യൂത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഡിപ്പെൻഡൻറ്റ്, ഹാവിങ് ലെസ് നോളജ്. ഇവർ നമ്മൾ കാണുന്നത് ഇവർ ഡിപ്പെൻഡാണ്, ഒരാളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് അത്ര വലിയ അറിവ് കാര്യങ്ങളൊന്നുമില്ല. എപ്പോഴും നമ്മൾ പിള്ളേരോട് പറയുന്നതാണ്, നിങ്ങളുടെ കാര്യത്തിനകത്ത് ഇടപെട്ടാൽ മതി, വലിയ കാര്യത്തിനകത്ത് ഇടപെടണ്ട, പിള്ളേർക്ക് ഇത് മനസ്സിലാവില്ല. അതേസമയം അച്ഛനും അമ്മയും മറ്റവരോട് പറയും, അങ്ങനെയല്ല, നിങ്ങളിപ്പം വളർന്നു കഴിഞ്ഞു, നിങ്ങളിനി നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്, നിങ്ങൾ ഇന്ന രീതി ചെയ്യേണ്ടതാണ് എന്ന് പറയുക. അപ്പം എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്റ്റേജ് യൂത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകാറുണ്ട്. നമ്മൾ യൂത്തിനെ നമ്മൾ കാണുമ്പോൾ പല പെർസ്പെക്റ്റീവിലാണ് കാണുന്നത്, പല വ്യൂസാണ് നമ്മളുള്ളത്. യൂത്തിനെ കാണാൻ പല പെർസ്പെക്റ്റീവ്. ഇത് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് മൈക്രോ സിസ്റ്റം ആണ്. മൈക്രോ സിസ്റ്റം എന്ന ഏറ്റവും ചെറിയൊരു ഘടകമായിട്ട് നമ്മളിതിനെ കാണുകയാണെങ്കിൽ അവർ ഉൾപ്പെടുന്ന ഫാമിലിയും അവൻ്റെ ബന്ധുക്കളും അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് നിൽക്കുന്നതും സ്കൂളും ചുറ്റുപാടുകളുമാണ്. ഇതാണ് മൈക്രോ സിസ്റ്റം. ഒരാളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അവൻ്റെ എഫക്റ്റ് യൂത്തിൽ അവൻ്റെ ഫാമിലിയാണ് അവൻ ഇൻവോൾവ് ആകുന്നത്. അച്ഛൻ, അമ്മ, സഹോദരന്മാർ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവൻ്റെ പിയർ ഗ്രൂപ്പ്സിലേക്ക് പോകണം, അവൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് പോവുകയാണ്. പിന്നെ അവൻ എവിടെയാണ് പഠിക്കുന്നത്? പഠിക്കുന്ന സ്കൂൾ ആൻഡ് നെബർഹുഡ്. അപ്പോൾ ഇതാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പം ഫാമിലി, പിയർ ഗ്രൂപ്പ്സ്, സ്കൂൾ ആൻഡ് നെബർഹുഡ്, ഇതാണ് ആദ്യത്തെ അവൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. ദിസ് കോൾഡ് സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് യൂത്ത്. ഇതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പറയാം, അത് അച്ഛൻ ഭയങ്കര കുടിയനാണ്. അച്ഛൻ കുടിച്ചുകൊണ്ട് വന്നിട്ട് മോനെ ഉപദേശിക്കുക, നീ കുടിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൻ കേൾക്കാൻ പോകുന്നു. കാരണം ആ ഫാമിലി അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിയർ ഗ്രൂപ്പ്സ് എല്ലാവരും അങ്ങനെ ഉഴപ്പിയാണ്, ആൽക്കഹോളിക്സ് ഒക്കെ ആണെന്നിരിക്കട്ടെ, ഇവന് അതിനകത്ത് വീഴാൻ സാധ്യതകളുണ്ട്. അതേസമയം നല്ലൊരു കൂട്ടാണ് കിട്ടിയെന്നിരിക്കട്ടെ, നല്ലൊരു കൂട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതുണ്ടാകണം നിർബന്ധമില്ല. നല്ല സ്കൂൾ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, പിള്ളേരെ സ്വാധീനം ചെലുത്തുന്ന വേറെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഇതെല്ലാം കൂടിയാണ് അവൻ്റെ ആ യൂത്തിൻ്റെ ഡെവലപ്മെൻറ്റിനകത്ത് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കോൾഡ് മൈക്രോ സിസ്റ്റം. അതായത് ഒരു വ്യക്തി, അവൻ്റെ കുടുംബം, അവൻ്റെ ചുറ്റുപാടുകൾ, അവൻ പഠിക്കുന്ന സ്കൂള്, അവൻ്റെ ഫ്രണ്ട്സ്, ഇതാണ് ആദ്യത്തെ പെർസ്പെക്റ്റീവ് യൂത്തിൻ്റെ. സെക്കൻഡ്, മെസോ സിസ്റ്റം. ഇപ്പം സാഹചര്യങ്ങൾ അനുസരിച്ച് ഫാമിലി മാത്രമല്ല, അടുത്ത ലെവലിലൂടെ നമ്മൾ കൂടുക. അവൻ സൊസൈറ്റി മാത്രമല്ല, അവൻ സ്കൂൾ മാത്രമല്ല, അടുത്ത ലെവലിലൂടെ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് കൂട്ടിയിട്ടുള്ളതാണ് മെസോ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് എക്സോ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ടല്ല, പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യമുള്ള സംഗതികളാണ്. പെട്ടെന്നൊരു കാര്യങ്ങൾ അതിനകത്ത് ആ സിസ്റ്റമായിട്ട് സോഷ്യൽ സിസ്റ്റം, ഇൻഡിവിജ്വൽ റോൾ, ആക്റ്റീവ് റോൾ, നമുക്ക് ആ പ്രവർത്തിക്കുന്നതിനകത്തും ഒരു ആക്റ്റീവ് റോൾ ഉണ്ടാക്കുക. ആ ആക്റ്റീവ് റോളാണ് എക്കോ സിസ്റ്റത്തിനകത്ത് ഉണ്ടാകുന്നത്. എസ്കോ സിസ്റ്റം. ദെൻ മൈക്രോ സിസ്റ്റം ഇൻവോൾവ്സ് ലാർജർ കൾച്ചർ ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് ലീവ്. അതിൻ്റെ ചുറ്റുപാടുകൾ ഉള്ളതാണ്. അപ്പം ഈ 4 സിസ്റ്റംസാണ് നമ്മൾ ഇതിനകത്ത്. ഇതൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇതിനോട് നമ്മൾ എഴുതേണ്ട കാര്യങ്ങളാണ്. അപ്പം എന്താണ് യൂത്തിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ്, എന്താണ്, അതെങ്ങനെ ഉണ്ടാകും.
Then ക്രോണോ സിസ്റ്റം കൺസേർവ് ഇത് എൻവയോൺമെൻറ്റ് മാത്രമേ ഇത് മാത്രമല്ല, സമയം, ട്രാൻസിഷൻ, പിന്നെ എവിടെ ജോലി ചെയ്യുന്നു, എല്ലാ ചുറ്റുപാടുകളുടെ സമൂഹത്തിൻ്റെ ഇതെല്ലാം കൂടി. അപ്പം ഇങ്ങനെ ഇത്രയും സിസ്റ്റത്തിലൂടെയാണ് ഒരാളുടെ ഡെവലപ്മെൻറ്റ് യൂത്തിലേക്ക്. ഇത്രയും കാര്യങ്ങളാണ് യൂത്തിൽ അവർ ഇൻഫ്ലുവൻസ് ആകുന്ന കാര്യങ്ങൾ. നമുക്ക് ഒന്നുകൂടെ ഈ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കി വരാം, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോവാം. യൂത്ത് എന്ന് പറഞ്ഞാൽ യോങ് മീനിങ് യൂത്ത്ഫുൾ, ആ വാക്യം നിന്നാണ് ഉണ്ടായത്. പിന്നെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറയുന്നത് പാർട്ട് ഓഫ് എക്സ്പെഷ്യലി അഡോളസൻസിനാണ്. ആ അഡോളസൻസ് സ്റ്റേജിന് തൊട്ട് മുമ്പുള്ളതാണ്. ഏർലി പാർട്ട് ഓഫ് എക്സ്പെഷ്യലി അഡോളസൻസ് ആണ് അവർ യൂത്ത് എന്ന് പറയുന്ന സംഗതികളുള്ളത്. പിന്നെ സമ്മൺ ഹു ഈസ് നോട്ട് യെറ്റ് ആൻ അഡൽട്ട് ആകാതെ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ യൂത്ത് എന്ന് പറയുന്നത്, ചെറുപ്പക്കാർ. സാധാരണ നമ്മളിവിടെ ഒരു 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാരെയാണ് നമ്മൾ യൂത്ത് എന്ന് പറയുന്നത്. Then with the process of becoming, the stage is marked by a search for one's identity. അപ്പോൾ സെൽഫായിട്ട് നമ്മൾ ആരാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേജാണ് നമ്മൾ യൂത്ത് എന്ന് നമ്മൾ പറയുന്നത്. ദെൻ ഫാമിലി എല്ലാം കൂടെ ഒരു പ്രഷേഴ്സ് ചെലുത്തിയിട്ട് അവരുടെ ഒരു സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പ്രഷേഴ്സ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഇതുള്ളത്. പിന്നെ ചിലതായിട്ട് കൺസിഡർ ലെസ് അത്ര വലിയ റെസ്പോൺസിബിലിറ്റി ഒന്നും അവർ ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നുള്ള രീതി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ദേ ഹാവ് ദ റിസ്കി ബിഹേവിയർ, ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടും. ആൻഡ് യൂത്തിന് റിബലിയസ് ആയിട്ടാണ്, എന്ന് വെച്ചാൽ ഇവർ സാധാരണ പ്രശ്നങ്ങൾക്ക് എതിര് നിൽക്കുന്ന ഒരു ടീമായിട്ടാണ് നമ്മൾ ഇവരെ കൺസിഡർ ചെയ്ത് വരിക. ന്യൂ എക്സ്പീരിയൻസ് ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്, ഒരു പുതിയ അനുഭവങ്ങൾക്കും പുതിയ റിസർച്ച് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരായിട്ട് നമ്മൾ കാണുക. അത് ഡിപ്പെൻഡൻറ്റ് ഹാവിങ് ലെസ് നോളജ്, അവർക്ക് ഏതെങ്കിലും ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്, അവർക്ക് വേറെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത് 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഉദ്ദേശിച്ച് പറയുന്നത്. സോഷ്യൽ കൾച്ചറി 5 ഓരോ സ്റ്റേജസ് ഉണ്ട്. കാരണം ഇതിൽ ആദ്യം പറയുന്നത് മൈക്രോ സിസ്റ്റം ഒരു യൂത്തും ഒരു വ്യക്തിയും അവൻ്റെ കുടുംബവും അവൻ്റെ പീർ ഗ്രൂപ്പും സ്കൂളും നെയ്ബർഹുഡും എല്ലാം കൂടെ ഉൾപ്പെടുക. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിന്, ഒരു യങ്ങിൻ്റെ സ്വഭാവ രൂപീകരണത്തിന് ഈ ആൾക്കാരൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം അവൻ്റെ ഫാമിലി, ദെൻ പിയർ, പിന്നെ സ്കൂൾ ആൻഡ് നെയ്ബർഹുഡ്, ദെൻ മെസോ സിസ്റ്റം. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ അതിനെ കളിച്ച് ബിറ്റ്വീൻ ദ കോണ്ടെക്സ്റ്റ്, അത് സാഹചര്യങ്ങളോട് വെച്ചിട്ട് വേണം. ഇത് മാത്രമല്ല, എൻ്റെ സാഹചര്യങ്ങൾ എടുത്തിട്ട് വരും. Then living social setting which individual does not have an active role and the individual's immediate context. Then ecosystem consists of social setting in which the individual does not have a role and the individual's immediate context, and involves the larger culture in the individual life. Then macro system. Then ക്രോണോ സിസ്റ്റം. ഇത്രയും സിസ്റ്റത്തിന് പേരൊന്ന് മനസ്സിലാക്കി വെക്കണം. മൈക്രോ സിസ്റ്റം, മെസോ സിസ്റ്റം, എക്സോ സിസ്റ്റം, മാക്രോ സിസ്റ്റം, ക്രോണോ സിസ്റ്റം. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാമല്ലോ. ഇത് എക്കണോമിക് പെർസ്പെക്റ്റീവ്. നമ്മൾ യൂത്തിനെ അവരുടെ സാമ്പത്തികമായി ഇതിൻ്റെ നില വെച്ചിട്ടാണ് എക്കണോമിക്, എവിടെ എന്ത് വളരുന്നു, എങ്ങനെ വളരുന്നു, എന്ത് ചെയ്യുന്നു, ഏതൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുക. പിന്നെ ലീഗൽ പെർസ്പെക്റ്റീവ് ഓരോ രാജ്യത്തിനും ഓരോ ലീഗൽ സിസ്റ്റമാണ്. നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ 18 വയസ്സ് വരെ യൂത്ത് എന്നാണ്. 18 വയസ്സിൽ താഴെ എന്ത് ജോലി ചെയ്ത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ലീഗലി അവരുടെ ബൗണ്ടിങ് വ്യത്യാസമുണ്ട്. 18 വയസ്സിൽ താഴെ ഒരു കുട്ടി എന്തെങ്കിലും ക്രിമിനൽ ചെയ്ത ജൂവനൈൽ ക്രൈമായിട്ടാണ് എടുക്കുക. ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തത്, എന്നാലും ഇല്ലീഗൽ പെർസ്പെക്റ്റീവ് പറയാണ്. പക്ഷെ 18 വയസ്സിന് മുകളിലോട്ടാണെങ്കിൽ അവർ ചെയ്യുന്ന ക്രൈമിന് പനിഷ്മെന്റ് എൻ്റെ ഡിഫറെൻ്റ് ആണ്. അതല്ല 18 വയസ്സിൽ താഴെയാണ് ചെയ്തത്, അവരെ ജുവനൈൽ ഹോമിലേക്ക് ചെയ്തിട്ട് അവരെ പഠിപ്പിച്ച് അല്ലെ ട്രെയിൻ ചെയ്തിട്ട് നല്ലൊരു വ്യക്തിയായിട്ട് സമൂഹത്തിന് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പഠിക്കാൻ സാഹചര്യം ഇല്ലാത്ത കുട്ടികൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ലീഗൽ പെർസ്പെക്റ്റീവിലാണ് അവരെ പഠിപ്പിക്കണമെന്നും കുട്ടികൾക്കുള്ള സംരക്ഷണം,
18 വയസ്സിൽ താഴെ ഏതെങ്കിലും രീതിയിൽ അവരെ മെൻ്റലി ഫിസിക്കലി അറസ്റ്റ് ചെയ്തിരിക്കുക, പോപ്സോ കേസുകൾ നമ്മൾ പെടുത്തുക. ചൈൽഡ് അബ്യൂസിന് കേസുകൾ വേറെയാണ്. അതിന് അവർക്ക് എതിരായിട്ട് എടുക്കുന്നതാണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ, ചില രാജ്യങ്ങളിൽ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ യൂത്തിനില്ല. എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ദാറ്റ് ഈസ് ലീഗലി ബോണ്ടിങ് ആണ്. ചില സ്ഥലത്ത് അഡാൾട്ടിന് 24 വയസ്സ് വരെ ഉണ്ട്, ചില 18 വയസ്സ് മുതൽ 24 വയസ്സ്, ചില 16 വയസ്സ് മുതൽ 24 വയസ്സ്. അങ്ങനെയൊക്കെയാണ് ലീഗൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇത് എടുക്കുക. ഡിഫറെൻറ്റ് തിയറീസ്. എറിക് എറിക്സൺ ആണ് ഈ അഡോളസൻസിൻ്റെ ഒരു എല്ലാവരും പറഞ്ഞത്. ഈ സ്റ്റേജസിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞു, സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഓർഡർ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലാറ്റന്റ് സ്റ്റേജ്, ജെനിറ്റൽ സ്റ്റേജ്. അപ്പോൾ ആ സ്റ്റേജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജെനിറ്റൽ സ്റ്റേജിനെ കുറിച്ച് അവരുടെ എന്തൊക്കെയാണ് വളർച്ച എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എറിക്സൺ തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ എറിക്സൺ പല രീതിയിലാണ് ഇത് തിരിച്ചിരിക്കുന്നത്. ഓരോ സ്റ്റേജിലും അതായത് 0 to 1 year, അത് ഇൻഫൻസി സ്റ്റേജ് നമ്മൾ പറയുന്നു. പിന്നെ 1 to 2 years, ദാറ്റ്സ് കോൾഡ് ടോളർ സ്റ്റേജ്. അപ്പോൾ ഓരോ കുട്ടികളും ഓരോ വളർച്ചയിലും ഓരോ സ്റ്റേജിലും അവൻ്റെ മാനസികാവസ്ഥ എങ്ങനെയൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് അതിനെ നമ്മൾ കാണുന്നത്. അതാണ് തിയറീസ് ഓഫ് ഐഡൻറ്റിറ്റി. എങ്ങനെ അവർ ഐഡൻറ്റിറ്റി ചെയ്യുന്നു, എങ്ങനെ അവർ കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ എറിക് എറിക്സന് പല രീതികളും 0 to 1, 1 to 2 years, 2 to 4 years, 4 to 6 years, 6 to 12 years, 12 to 21 years, 21 to 40 years, 40 to 60, 60 plus, അതും അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എറിക് എറിക്സൺ. അപ്പോൾ എറിക് എറിക്സൻ്റെ ആദ്യത്തെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി വേഴ്സസ് ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ. അത് അഡോളസെൻ്റ് എന്ന് പറഞ്ഞ സ്റ്റേജിൽ ഒരാൾ അയാളുടെ ഐഡൻറ്റിറ്റി കാണിക്കാനായിട്ടാണ് ചെയ്യുക. അപ്പോൾ കൺഫ്യൂഷനായി. ഇപ്പോൾ അത് ആദ്യം പറഞ്ഞത് തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വീട്ടുകാരുടെ അത് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ ഐഡൻറ്റിറ്റി ക്രൈസിസ് ആകും. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യാൻ പറ്റും, കൺഫ്യൂഷനായി. ഐഡൻറ്റിറ്റി വേഴ്സസ് അതായത് ഞാനെന്ന ഭാവത്തിൽ ചെല്ലുമ്പോൾ അവിടെ എന്നെ കൺഫ്യൂസ് ചെയ്യണം. ഇതെനിക്ക് ചെയ്യാവോ, ഇത് ചെയ്യാൻ പാടില്ലയോ, ചെയ്യുന്നത് ശരിയാണോ, ഇത് ചെയ്യുന്നത് തെറ്റാണോ എന്ന് നമ്മൾ ചോദിക്കുക. ദാറ്റ് ഈസ് കോൾഡ് ഐഡൻറ്റിറ്റി വേഴ്സസ് ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ. During the adolescent stage, the fifth stage is the Erikson theory and marks an individual struggling for finding and defining one identity. അപ്പോൾ ഞാൻ ആരാണ്, എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് അഡോളസെന്റ് സ്റ്റേജ്. ഇവിടെ വെച്ചാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ തീരുമാനമാക്കുന്നത്, എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്, എന്താണ് ഭാവിയിൽ അത് എങ്ങനെയാകണം എന്നുള്ള തീരുമാനം എടുക്കാനായിട്ടൊക്കെ ഉള്ളതാണ് ഈ ചെയ്ത്. അപ്പോൾ ആദ്യത്തെ ഐഡൻറ്റിറ്റി വേഴ്സസ് ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകും, വീട്ടുകാർ അതങ്ങനെയല്ല ഇങ്ങനെയാണ് ഇതാണ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടെന്ന കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോവുക. അതിന് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ വരുമ്പോൾ there will be a confusion between the parents and the children. അടുത്ത സ്റ്റേജ് പറഞ്ഞിരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. അപ്പം കുറച്ച് കൂടുതൽ നമുക്ക് 1 to 1 നമുക്ക് ബന്ധങ്ങളുണ്ടാകാനും അവരുമായിട്ട് ചേരാനും ഒക്കെ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകും. പക്ഷെ സാധാരണ ഇതിലിവിടെ ഒരു അവേർഷനും കൂടെ നമുക്കുണ്ടാകാം. അപ്പം ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. അപ്പം ഒരുമിച്ച് നിന്ന് എന്തെങ്കിലും ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇവർ അതിനല്ല, അത് ശരിയല്ല എന്ന് പറയുന്നതാണ്. അതായത് ഇൻഫൻസി വേഴ്സസ് ഐസൊലേഷൻ. അടുത്ത there are different theories. Then identity diffusion theory by James Mark theory. അടുത്തത് ഐഡൻറ്റിറ്റി ഡിഫ്യൂഷനാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനങ്ങൾ നമ്മളുണ്ടാക്കും. ജെയിംസ് മാർഷ്യസ് തിയറിയാണിത്.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി ഫോർക്ലോഷർ. ആ ഐഡൻറ്റിറ്റി നമ്മൾ മുമ്പോട്ട് അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച്. ദെൻ ഐഡൻറ്റിറ്റി അച്ചീവ്മെൻറ്റ്, നമ്മൾ ഏത് ലെവൽ എത്തിച്ചേരുന്നു. ദെൻ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഐഡൻറ്റിറ്റി എങ്ങനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ്, എങ്ങനെയാണ് ഇത് തിരിച്ചറിയാനുള്ളത്, ഏതൊക്കെ രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്പർ 1 ഈസ് ദ കാസ്റ്റ്. അപ്പോൾ കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ പല കാസ്റ്റുകളുണ്ട്. ശൂദ്രന്മാരുണ്ടായിരുന്നു, മാന്യന്മാരുണ്ട്, വൈശ്യരുണ്ടായിരുന്നു, ക്ഷത്രിയരുണ്ടായിരുന്നു. ഇതാണ് ഈ കാസ്റ്റ് എന്ന് പറഞ്ഞത്. ക്ലാസ് ഐഡൻറ്റിറ്റി ചെയ്യുക. ക്ലാസ് ഏതെങ്കിലും ബേസ് ചെയ്തിട്ട് നമ്മൾ ശൂദ്രർ അല്ലെ ക്ഷത്രിയർ, ഇത് ബ്രാഹ്മണർ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുകയായിരുന്നു. കാരണം ഇന്നതേ ചെയ്യാവുള്ളൂ, ഇന്നത് ചെയ്യാൻ പാടില്ല, കാരണം നേരത്തെ നമുക്കിവിടെ ഉണ്ടായിരുന്നു കാസ്റ്റ് തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ഇതൊക്കെ ഉണ്ടായിരുന്നു. തൊടാൻ പാടില്ല, ആരും തൊടാൻ പാടില്ല, അവർ തൊട്ട് കഴിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാസ്റ്റ് സിസ്റ്റം നമ്മുടെ വേറെ ഇൻഡിക്കേറ്റേഴ്സാണ് ഐഡൻറ്റിറ്റിയിലേക്ക് വരാനായിട്ട്. ദെൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നത് ക്ലാസ്സിലൊക്കെ. ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി മാത്രമല്ല ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ് സിസ്റ്റം വരിക, അതൊരു ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് വന്നിട്ടുള്ളതാണ് നമ്മൾ ക്ലാസ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പറയുക. ദെൻ ജെൻഡർ നമ്മൾ നേരത്തെ പറഞ്ഞ 2 ജെൻഡർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ഒരു ജെൻഡർ, അത് എന്താ നമ്മൾ പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സ്, അതുകൂടെ നമ്മൾ പെടുത്തുന്നുണ്ട്. ദെൻ റിലീജിയൻ, ദെൻ എത്തിനിസിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് പേഴ്സണൽ ഐഡൻറ്റിറ്റി പറയുന്നത്. നമുക്ക് ഒന്നുകൂടെ ആദ്യമായുള്ള കാര്യം ഒന്ന് നോക്കി വരാം, എന്നിട്ട് ഇതിനെക്കുറിച്ചും ഇതിന് മുമ്പിലത്തെ സ്ലൈഡിനെ കുറിച്ചും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നമ്മൾ ഇന്ന് എടുക്കുന്ന യൂത്ത് ജെൻഡർ ആൻഡ് ഐഡൻറ്റിറ്റി എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ ആദ്യം യൂത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഇത് വേർഡ് ഗ്യോങ് ആണത് പറഞ്ഞ് യങ് ആയത്. ഗ്യോങ് അത് പറഞ്ഞ് യങ് ആയി മാറിയതാണ്. അപ്പം ഈ മീനിങ് എന്ന് പറയുന്നത് യൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ്, പുതിയത്, അല്ലെങ്കിൽ റീസൺ, ഇപ്പോഴുണ്ടായത്, ന്യൂ ഓർ ഫ്രഷ്. അത് സാൻസ്ക്രിറ്റ് വേണ്ടി വരുമ്പോൾ വേറെ വ്യത്യാസം വന്നിരുന്നു. യുവ മീനിങ് യൂത്ത് ഓർ യങ് മാൻ എന്ന് വെച്ചാൽ ചെറിയ ആൾക്കാരെ, ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ പറയുന്നതാണ് യൂത്ത് എന്ന് പറയുന്നത്. ദെൻ ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറയുന്നത് ബീയിങ് എ യങ് ഏർലി പാർട്ട് ഓഫ് ലൈഫ്, എസ്പെഷ്യലി അഡോളസെൻറ്റ്, അതായത് ഏർലി പാർട്ട് ഓഫ് യങ്, ദാറ്റ് ഈസ് അഡോളസെൻസിൻ്റെ ഏർലി പാർട്ടാണ് നമ്മൾ യങ് എന്ന് പറയുന്നത്. അഡോളസെൻ്റ് ആകണ്ട. Then youth is considered as someone is not an adult, a significant part of the youth response to stages of adolescence. അപ്പോൾ അഡോളസെൻസിന് മുമ്പുള്ള സ്റ്റേജിനെയാണ്, അത് കഴിഞ്ഞ് അഡോളസെൻസ് ആയി, ഏർലി അഡോളസെൻസ് ആയി, പിന്നെ അഡൽട്ടായിട്ട് മാറി. അപ്പം ഒരാളുടെ വളർച്ച ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അവർ സമൂഹം അംഗീകരിച്ച് വരുന്ന ഒരു സമയത്തൊക്കെയാണ് നമ്മൾ ഈ യൂത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. Then youth is seen as the being in the process of becoming, the stage marked by a search for identity. Once identity, നമ്മുടെ ഐഡൻറ്റിറ്റിയെ നമ്മൾ മാർക്ക് ചെയ്യുക, അത് അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സ്റ്റേജിലൂടെയാണ് യൂത്ത് എന്ന് പറയുന്നത്. Then youth is also perceived the powerlessness and vulnerable. They face a lot of pressure from their family and society in large. In many assigned this, youth are not given enough say in decision making, even it is pertaining to their own lives. പലപ്പോഴും യൂത്തിനെ കൊണ്ട് പിള്ളേരെന്നുള്ള രീതിയിൽ അവരെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാനില്ല. കാരണം അപകടകരമായ കാര്യങ്ങളാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് യൂത്തിനെ കൊണ്ടൊരു തീരുമാനം എടുപ്പിക്കാനില്ല, അതൊന്നുമില്ല. So the perceived as the powerless, vulnerable and face lot of pressure from their family and society in large. കാരണം സമൂഹം എപ്പോഴും അവരെ കണ്ടമാനം പ്രഷേഴ്സ് ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പം
ഇതേസമയം ഇതിൻ്റെ അപ്പുറം നമുക്ക് നോക്കാം, ഇതിൻ്റെ അഡൽട്ടൂടെ നോക്കാം. ഈ യൂത്ത് മാത്രം പറഞ്ഞ അഡൽട്ട് എന്താണ്? ഹു ഇസ് നോട്ട് എറ്റ് ആൻ അഡൽട്ട് ആയി കഴിഞ്ഞു. ആ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് ദി യൂത്ത് കറസ്പോണ്ട് ടു അഡോളസൻസ്. ഇപ്പോൾ അഡോളസൻസ് സ്റ്റേജിന് തൊട്ടും മുമ്പ് ആ ഭാഗമാണ് നമ്മൾ യൂത്ത് എന്ന് പറയുന്നത്. പക്ഷേ യൂത്ത് എന്ന് പറയുമ്പോൾ ദേ ആർ മോർ റെസ്പോൺസിബിൾ, ദേ ആർ ഏബിൾ ടു ടേക്ക് ഡിസിഷൻ. അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും, തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പറ്റും, തീരുമാനങ്ങൾ ചെയ്യാനായിട്ട് വരും. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ അഡൽട്ട് എന്നുള്ളത് പറയുന്നത്. അതേസമയം യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡൽട്ടായിട്ടില്ല, ഇവിടുന്ന് പോയി, ഇവിടുന്ന് തൊടുത്തു നമ്മൾ ആകാശത്തിലെത്തില്ല, ഒരു ത്രിശങ്കു സ്വപ്നം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇത് ആ അഡോളസൻസിൻ്റെ സ്റ്റേജിലേക്കുള്ള ഒരു വളർച്ചയുടെ പാതയും കൂടിയാണ് നമ്മൾ യൂത്ത് എന്ന് നമ്മൾ പറയുന്നത്. സെർച്ച് ഫോർ വൺസ് ഐഡൻറ്റിറ്റി. അപ്പോൾ യൂത്തിനെ എപ്പോഴും ചെയ്യുന്നത് നമുക്ക് ആ ഐഡൻറ്റിറ്റി നമ്മൾ ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മൾ എബ്രഹാം മാസ്ലോ തിയറി ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറാർക്കി നമ്മൾ ചെയ്യാനായിട്ടാണ്. ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക, ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക, സൈക്കോ സോഷ്യൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പം ഒരാൾ സെൽഫ് അച്ചീവ്മെൻറ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അയാൾ ആ ബേസിക് ആയിട്ടുള്ള നീഡ് മുഴുവൻ സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാലേ അയാൾ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ വരുള്ളൂ. ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അത് ട്രൈ ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ സെൽഫ് ഐഡൻറ്റിറ്റി സെൽഫ് ഐഡൻറ്റിറ്റി ഉണ്ടാകുക എന്ന് പറയുന്നത് യൂത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ത്വരിത അവരുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആകാംക്ഷ അല്ലെങ്കിൽ ജിജ്ഞാസ ഉണ്ടായിരിക്കും, യൂത്തിനുണ്ടാകണം. അപ്പോൾ ഇതാണ് സെക്കൻഡ് വൺ. യൂത്ത് ഇസ് ബീയിങ് ആസ് ദ പ്രോസസ് ഓഫ് ബിക്കമിങ് ദ സ്റ്റേജ് ഇൻ മാർക്ക് ആസ് എ സെർച്ച് ഫോർ സെൽഫ് ഐഡൻറ്റിറ്റി. ഞാൻ ആരാണ്, എന്താണ് എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. അതേസമയം അഡൽട്ടാണെന്നിരിക്കില്ല, അഡൽട്ട് അവർ വളർന്ന ആൾക്കാരാണ്. ദേ ഹാവിങ് ദെയർ ഐഡൻറ്റിറ്റി, ദെയർ ഓൺ ഐഡൻറ്റിറ്റി. ഒരു അഡൽട്ട് ആകുമ്പോൾ 21-22 വയസ്സായി, ജോലി കിട്ടി, ശമ്പളമൊക്കെ കിട്ടി, അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി ആയി, ഞാൻ ഇന്നയാളാണ്, ഇന്ന രീതിയിലാണ് ഞാൻ ഐഡൻറ്റിറ്റി. യൂത്തിന് ഐഡൻറ്റിറ്റി ഇല്ല. അടുത്ത് യൂത്ത് ആർ പെർസീവ്ഡ് ആസ് ദ പവർലെസ്നെസ് ആൻഡ് വൾണറബിൾ. എന്ന് വെച്ചാൽ അവർ പവർലെസ് ആണ്, അവരെന്തോ കുഴപ്പങ്ങളുള്ള ഒരാൾക്കാരാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. അതേസമയം അഡൽട്ടാകട്ടെ അവർ പ്രശ്നക്കാരായിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. അവർ കൊള്ളാം, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം, അവർ ശരിയാണ്, അവർ പവർലെസ് അല്ല, അവർക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയാം. പിന്നെ അഡൽട്ട് യൂത്ത് ആകുമ്പോഴത്തേക്ക് കണ്ടുപോകാൻ പ്രഷർ ഫ്രം ദ സൊസൈറ്റി ഉണ്ടാകും. ആ പ്രഷറൊന്നും അഡൽട്ടിന് നേരിടേണ്ടി വരില്ല, അഡൽട്ടിന് ഉണ്ടാക്കാറില്ല. അപ്പം ഡിസിഷൻ മേക്കിങ്ങിലും യങ്സ്റ്റേഴ്സിന് നമ്മൾ പവർഫുൾ ആണെങ്കിൽ പോലും ദേ ആർ നോട്ട് ഗെറ്റിംഗ് ദ പ്രോപ്പർ ഗൈഡൻസ് ഓർ പ്രോപ്പർ ഹെൽപ്പ് ടു ഡു ദാറ്റ്. അപ്പം അതേസമയം അഡൽട്ടാന്നിരിക്കില്ല, അഡൽട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ അവർ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന് അവർക്ക് പവർ ഉണ്ടോയെന്ന് നമ്മൾ വിചാരിക്കും. യൂത്ത് ആർ കൺസിഡർ ദ ലെസ് റെസ്പോൺസിബിൾ. ഇവർക്ക് ഉത്തരവാദിത്തമില്ല. അതേസമയം അഡൽട്ട് എന്ന് പറയുന്ന ഉത്തരവാദിത്തമുണ്ട്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്, അവരത് ഉത്തരവാദിത്തം എടുക്കുക ചെയ്യും. അപ്പോൾ ഇവർ റിസ്കി ബിഹേവിയർ എടുക്കേണ്ട കാര്യമില്ല. റിസ്കി ബിഹേവിയർ ഓഫ് കോഴ്സ് എല്ലായിടത്തും ഉണ്ട്, എന്നാൽ ഈ പറയുന്ന അത്രയും ഒരു റിസ്കി ബിഹേവിയർ എടുക്കാൻ തയ്യാറാക്കിയാൽ യൂത്ത്. അതേസമയം അഡൽട്ട് തീരുമാനം എടുക്കാൻ തയ്യാറാകും. അത് ഇവർ പിന്നെ റിബലിയസ് ആണ് എപ്പോഴും. യൂത്ത് പിന്നെ റിബലിയസ് എന്നാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞത്. യൂത്ത് എന്ന് പറയുന്നത് ഒരു തീരുമാനം, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ഒരാളുടെയാണ് യൂത്ത് എന്ന് പറയുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു തീരുമാനം പലതിനെയും ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു സ്വഭാവം അവർക്കുണ്ടായിരിക്കും. അത് എപ്പോഴും ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരിക്കും. അതുകൊണ്ടല്ല റെപ്രസെന്റ് യൂത്ത് റിബലിയസ്. അതേസമയം അഡൽട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സംഗതി അല്ലല്ലോ. അവർ റിസ്കി ബിഹേവിയർ ഒക്കെ ഉണ്ടാകും, പക്ഷേ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനോ അത് നടപ്പിലാക്കാനോ അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം ഇത് യൂത്തും അഡൽട്ടും തമ്മിൽ വ്യത്യാസങ്ങളാണ്. Then youth are open to the new experience and have creative ideas. അവർക്ക് ഒരു പുതിയ തീരുമാനങ്ങൾ യൂത്തിലേക്ക് ഉണ്ടാകും. അഡോളസൻസ് മോർ ക്രിയേറ്റീവ് ആയിരിക്കും, അവർ ഓൾറെഡി എല്ലാം നടപ്പാക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലായിരിക്കും. The youth also perceived as the dependent, less knowledge. അവർക്ക് വലിയ അറിവില്ല, പക്ഷേ അഡൽട്ട് ആകുമ്പോൾ അവർക്ക് അറിവുണ്ടാവും, അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടാവും, അവർ ആ രീതിയിൽ പോകുന്ന ആൾക്കാരായിരിക്കാം.
ഇനി എന്തൊക്കെയാണ് ഒരു യൂത്തിനെ നമ്മൾ ചെയ്യുക? അപ്പം യൂത്ത് എന്ന് പറഞ്ഞാൽ മൈക്രോ സിസ്റ്റത്തിൽ നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മൈക്രോ സിസ്റ്റത്തെ വെച്ച് സോഷ്യൽ കൾച്ചർ സിസ്റ്റത്തെ കുറിച്ച് പറയാം. ഫസ്റ്റ് വൺ മൈക്രോ സിസ്റ്റം. മൈക്രോ സിസ്റ്റം ഫാമിലി, ആ ഒരു യൂത്തിനെ മോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ശരിയാക്കി എടുക്കുന്നത്, അല്ലെങ്കിൽ അവരെ പ്രാപ്തരാക്കി എടുക്കുന്നത് അവർ വളരുന്ന സൊസൈറ്റി ആകാം, ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പാകാം, സ്കൂളാകാം, നെയ്ബർഹുഡാകാം. ഇതാണ് മൈക്രോ സിസ്റ്റത്തിൽ നമ്മൾ അനലൈക്കുക. ഇല്ല, മെസോ സിസ്റ്റം എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ ദ മൈക്രോ സിസ്റ്റം ആൻഡ് കണക്ഷൻസ് ബിറ്റ്വീൻ കോണ്ടാക്ട്സ്, സാഹചര്യങ്ങളനുസരിച്ച് ബാക്കിയുള്ളതെല്ലാം കൊണ്ട് നമ്മൾ വരുമ്പോഴാണ് നമ്മൾ മെസോ സിസ്റ്റം എന്ന് പറയുന്നത്. Then exosystem concepts with social meaning in which individual does not have an active role and individual's immediate context. മറ്റുള്ളവർ ചെയ്ത് പോയി നമ്മൾ മനസ്സിലാക്കി ചെയ്യുന്ന ഒരു സംഗതിയാണ്. ദെൻ മാക്രോ സിസ്റ്റം ആൻഡ് ക്രോണോ സിസ്റ്റം. ഇത്രയും കാര്യങ്ങൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇത് സ്കൂൾ കൾച്ചറൽ പെർസ്പെക്റ്റീവ്. മൈക്രോ സിസ്റ്റം, മെസോ സിസ്റ്റം, എക്സോ സിസ്റ്റം, മാക്രോ സിസ്റ്റം ആൻഡ് ക്രോമോ സിസ്റ്റം. എക്കണോമിക്കൽ പെർസ്പെക്റ്റീവ്. നമ്മൾ എക്കണോമിക്കലി എങ്ങനെയാണ് നമ്മൾ ഇതിനെ പെർസ്പെക്റ്റീവ് ചെയ്യാം. ലീഗലി ധാരാളം കാര്യങ്ങളുണ്ട്. ലീഗൽ എന്ന് പറയുമ്പോൾ അവരെ വളർച്ച മാത്രമല്ല, നിയമപരമായിട്ട് മാത്രമല്ല, അവർ സമൂഹത്തിന് എന്ത് ചെയ്യുന്നു, എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യങ്ങളിവിടെ ലീഗൽ പെർസ്പെക്റ്റീവിൽ വരും. ഇനി തിയറീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, യൂത്തിൻ്റെ തിയറീസ്. ഫസ്റ്റ് വൺ വരുന്നത് എറിക് എറിക്സൺ തിയറി. എറിക് എറിക്സൺ ആണ് ഒരാളുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് മുഴുവൻ, ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ഒരു ധാരണ എറിക് എറിക്സൺ തിയറി. എറിക്സൺ പറയുന്നത് ഐഡൻറ്റിറ്റി വേഴ്സസ് ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ. ഈ റോളിൽ, അതായത് അഡോളസൻ സ്റ്റേജിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എറിക്സന്റെ 5th സ്റ്റേജാണ്. എറിക്സൺ 5th സ്റ്റേജ് ഓരോ സ്റ്റേജും എറിക്സൺ പറഞ്ഞിട്ടുണ്ട്. അതായത് 0 to 1 year, 1 to 2 years, 2 to 4 years, 4 to 6 years, 6 to 12 years. ദെൻ അഡോളസെൻ്റ് ആയിട്ട് നമ്മൾ നിൽക്കുന്നത്, പിന്നെ ദെൻ അഡൽട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി വേഴ്സസ് ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് വീട്ടുകാർ പറയുക. അപ്പോൾ ഒരേ സമയത്ത് വീട്ടുകാർ പറയും അത് ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് ശരിയാകുകയില്ല എന്ന് പറയും. അതേ പാരൻസ് നമ്മളോട് പറയും നിങ്ങൾ മച്ചുവറായി, നിങ്ങളിത് ചെയ്യാൻ പാടില്ല, ഇതിങ്ങനെ ചെയ്യണം, അത് ശരിയല്ല എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് വരും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതിന് മുമ്പാണ് നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡ് പല സെഗ്മെന്റ് ഡെവലപ്മെന്റ് സ്റ്റേജിനെ കുറിച്ച് പറഞ്ഞു. സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് സ്റ്റേജസ്, ഓർഡർ സ്റ്റേജ്, ഏണൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലെറ്റൻസി പീരീഡ് ആൻഡ് ജെനറ്റിക് സ്റ്റേജ്. അപ്പോൾ ഈ ജെനറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നതാണ് സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ എറിക്സനുമായിട്ടുള്ളതിനകത്തോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഐഡൻറ്റിറ്റി വേഴ്സസ് ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ. നമ്മൾ ഒരു സംഭവം നടന്നു, നമ്മൾ ആ സംഭവത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കുന്നു, ഇപ്പം അല്ലെങ്കിൽ നമ്മളുടെ അതിനോട് ചേരുന്നു, അല്ലെങ്കിൽ സിമ്പത്തറ്റിക്കായിട്ട് നമ്മൾ അതിനോട് പെരുമാറുന്നു. അപ്പോൾ ഇത് പെരുമാറുമ്പം വേറെ ഒരു പറയാം അത് ശരിയല്ല എന്ന് പറയുക. അപ്പം ഈ ഐഡൻറ്റിറ്റിയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. അപ്പോൾ ആ ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ഫാമിലിയൊക്കെ പറയുക എടുക്കേണ്ട. ഇത് പ്രത്യേകം പറയുന്നത് faced during the adolescent years, it is the 5th stage in Erickson's theory and marks an individual struggle for finding and diffusing one identity. ഇവിടെയാണ് നമ്മൾ എൻ്റെ കഴിവുകൾ ഞാൻ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കഴിവുകൾ നമ്മൾ കാണിക്കാൻ പോകുമ്പോൾ നമുക്ക് അതിൻ്റേതായ പ്രോത്സാഹനങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ വി വിൽ ബി വെരി ഹാപ്പി. അത് ഇല്ല നീ ചെയ്യണ്ട എന്ന് പറഞ്ഞ് പിൻവലിച്ചാലോ, അപ്പം ക്രൈസിസ് ആയി. ദെൻ ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ഇൻറ്റിമസി എന്ന് പറയുന്ന ഒരാളുമായിട്ട് അടുക്കാനായിട്ടുള്ളത് അത് എറിക്സന്റെ അടുത്ത സ്റ്റേജാണ്, അത് 7th സ്റ്റേജാണ്.
That is intimacy versus isolation. That is Erikson's sixth development stage is called experiment during the early adolescence. That is 20s and 30s. With the key development task of forming immediate relationship. The virtue of the love is acquired during this stage, and some family. The Erikson's sixth development stage is experienced during the early adulthood, with the key development task of forming intimate relationship. The virtue of love is acquired during this stage, and one forms healthy friendship and mature relationship. ഇതിൽ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ഐഡന്റിറ്റി കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തിരിയാണ് ഞാനിത് കൂടുതൽ പറയുന്നത്. ഒരാൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവന് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളതായ ഒരു താല്പര്യം ഉണ്ടാകുക. ആ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടാകുമ്പോൾ അവൻ്റെ വൺ ഐഡന്റിറ്റി ഉണ്ടാകും. ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ വരുമ്പോൾ വീട്ടുകാർ പറയും അത് ചെയ്യാൻ പാടില്ല, അല്ലെ അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ അവനൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പം നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മൾ ചെയ്യാൻ വരികയാണെങ്കിൽ ആ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാകും. അക്വിസിഷൻ ഓഫ് വെർച്യൂ ഓഫ് ഫൈഡലിറ്റി ആൻഡ് ഫെയ്ത്ത് ഇൻ വൺ സെൽഫ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ വരുമ്പം അത് എനിക്ക് ഹെൽപ്പ് ചെയ്യുകയാണ്. അത് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ ഇസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഐ എം ഡെവലപ്പിംഗ് ഓർ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ഇഫ് അത് നെഗറ്റീവ് ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദർ ഇസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു. അഡൾട്ട്സ് ആകുമ്പോൾ ഫോമിങ് എ ഇമ്മീഡിയറ്റ് റിലേഷൻഷിപ്പ് ആണ്. ദ ലവ് ഒക്കെ ഇവിടെ സ്നേഹവും സ്നേഹിക്കപ്പെടാനുമുള്ള ആഗ്രഹങ്ങളുണ്ടാകുക, അത് വളരുക, അത് ചെയ്യുകയാണ്. അപ്പം ഈ എറിക്സൺസ് തിയറിയും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ തിയറി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കാം. തിയറിയുടെ കാര്യങ്ങൾ അത് ഏതൊക്കെയാണ് യൂത്ത് തിയറി എന്നുള്ളത് നമുക്ക് എടുക്കാം. അത് അടുത്ത ക്ലാസ് നമ്മൾ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് എടുക്കുന്നതായിരിക്കും. ദ എറിക്സൺസ് സൈക്കോളജിക്കൽ ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി കൺഫ്യൂഷനും ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ഇവിടെ നമ്മൾ സ്വന്തമായിട്ടൊരു ജ്ഞാനം ഉണ്ടാകുക, ഫസ്റ്റ് വൺ. അപ്പം നമുക്ക് ചെയ്യാനായിട്ടുള്ളത് വരുമ്പോൾ നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുക. അപ്പോൾ ഒരു പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ഉണ്ടാകുക. അതാണ് ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ. ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ എന്ന് വെച്ചാൽ സ്നേഹിക്കുകയും നമ്മൾ നല്ലൊരു ജീവിതം ഉണ്ടാകുകയും അവരെ സ്നേഹിക്കാനും ഒരു അക്വേർഡ് പോസിറ്റീവ് ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുക, മച്വർ റിലേഷൻഷിപ്പ് ഉണ്ടാകുക. അപ്പം ഇതാണ് ഐഡന്റിറ്റി എന്ന് പറയുന്ന തിയറി ഫസ്റ്റ് എറിക്സൺ ഉണ്ടായത്. എറിക്സൺസ് പല ഡെവലപ്മെന്റ് സ്റ്റേജസ് എറിക്സൺ ഉണ്ടായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പറ്റും. ഇത് എറിക്സൺസ് തിയറി സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റും ആണ്. ഫസ്റ്റ് വേഴ്സ് ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ, സെക്കൻഡ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. അപ്പം പിന്നെ ഐഡന്റിറ്റി ഡിഫ്യൂഷൻ, ഐഡന്റിറ്റി ഫോഴ്സ് ക്ലോഷറാണ്. അത് ജെയിംസ് മാക്രാസ് തിയറീസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാം. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. യൂത്ത് എന്ന് ജോങ് എന്ന് പറഞ്ഞിട്ട് മീനിങ് ആണ്. യൂത്ത് മീൻസ് യങ് എന്നുള്ളതാണ്. ആൻഡ് ബീങ് അഡോളസൻസ്, ഓക്സ്ഫോർഡ് ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ അഡോളസൻസ് തൊട്ട് മുമ്പുള്ള സ്റ്റേജിനാണ് യൂത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. സം ഇറ്റ് ഈസ് നോട്ട് എറ്റ് എൻ അഡൽട്ട് ആയിട്ടില്ല, അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജാണ്. ദെൻ യൂത്ത് ഇസ് സീൻ ആസ് ബീങ് ദ പ്രോസസ് ഓഫ് ബിക്കമിങ്, അത് മച്വർ ആകുന്ന സ്റ്റേജിന് മുമ്പുള്ള സംഗതിയാണ്. പിന്നെ യൂത്ത് കൺസിഡർ ആസ് ലെസ് റെസ്പോൺസിബിൾ എന്നുള്ള അത് സ്റ്റേജ്. അപ്പം യൂത്ത് അഡൽട്ടും തമ്മിലുള്ള വ്യത്യാസം ആ ബുക്കിനകത്ത് കൊടുത്ത് അത് നമ്മൾ നോക്കി വെക്കുക. ദെൻ സോഷ്യോ കൾച്ചർ പെർസ്പെക്റ്റീവ് ആണ്. മൈക്രോ, മെസോസിസ്റ്റം, എക്സോസിസ്റ്റം, മൈക്രോ സിസ്റ്റം ആൻഡ് ക്രോണോസിസ്റ്റം, ഇതാണ് ഇതിനകത്തുള്ളത്. ദെൻ എക്കണോമിക് പെർസ്പെക്റ്റീവ് ഉണ്ട്, ദെൻ ലീഗൽ പെർസ്പെക്റ്റീവ് ഉണ്ട്. അപ്പം പലയിടത്തും ലീഗൽ പെർസ്പെക്റ്റീവ് വ്യത്യാസമുണ്ടാകാം. ദെൻ തിയറീസ് ആണ് എറിക്സൺസ് തിയറി, ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ, ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ഒന്ന് ഇൻഡിവിജ്വലായിട്ടൊരു കാര്യം ചെയ്യാനുള്ള കഴിവും, മറ്റേത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഉള്ള ഒരു സ്റ്റേജാണ്.